സതേൺ മെനുവിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നീതു. ഇന്ന് സതേൺ മെനുവിൽ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഫ്രൂട്ട് കസ്റ്റർഡാണ്. അപ്പോൾ ഈ ഫ്രൂട്ട് കസ്റ്റർഡ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് 1/2 ലിറ്റർ പാൽ ആവശ്യമുണ്ട്. ഞാൻ ഓൾറെഡി അത് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ഒരു 3 ടേബിൾ സ്പൂൺ പാൽ ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. കസ്റ്റർഡ് പൗഡർ ഒന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ കസ്റ്റർഡ് പൗഡർ ഏകദേശം ഒരു 2-2.5 ടേബിൾ സ്പൂൺ ഞാൻ കസ്റ്റർഡ് പൗഡർ എടുത്തിട്ടുണ്ട്. അത് ഓരോ ബ്രാൻഡിലും ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാവാം. പിന്നെ വേണ്ടത് ഷുഗറാണ്. അത് ഏകദേശം ഒരു 3 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. മധുരത്തിനനുസരിച്ച് വ്യത്യാസം വരുത്തുക. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന ഫ്രൂട്ട്സ് ഇതൊക്കെയാണ്: മാങ്ങ, ഗ്രേപ്സ്, പോമഗ്രാനേറ്റ്, ആപ്പിൾ, പിന്നെ ബനാന. അപ്പോൾ ഇത്രയും ഫ്രൂട്ട്സാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അത് മാറ്റം വരുത്തുക. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം ഈ കസ്റ്റർഡ് പൗഡർ പാലിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിൽ ലംസ് ഒന്നും ഇല്ലാതെ ഒന്ന് മിക്സ് ചെയ്യുക. ഒട്ടും കട്ടയില്ലാതെ വേണം മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. കുറേശ്ശെ പാലൊഴിച്ചിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ചൂടാക്കാൻ വെച്ചിരിക്കുന്ന പാല് ഇത് ചേർത്തൊന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന പാല് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഇനി നമ്മൾ ഈ കലക്കി വെച്ചിരിക്കുന്ന കസ്റ്റർഡ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മൾ ഈ കസ്റ്റാർഡ് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് തുടർച്ചയായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. അതേപോലെ തന്നെ കുറച്ചായിട്ട് ഇതൊന്ന് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഷുഗർ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഷുഗറിൻ്റെ അളവ് നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നമ്മുടെ കസ്റ്റർഡ് നന്നായി തിക്കായി വന്നിട്ടുണ്ട്. ഇതൊന്ന് തണുക്കാൻ വെക്കണം. തണുത്തതിന് ശേഷം നമ്മൾ ഫ്രൂട്ട്സ് ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ കസ്റ്റർഡ് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഇനി ആപ്പിളും അരിഞ്ഞു വെച്ചിരിക്കുന്ന പഴവും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ 2 പഴവും മിക്സ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പേ കട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ കളറ് ചേഞ്ചായി പോവും. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന പഴം ചെറുതായിട്ടൊന്ന് കളർ ചേഞ്ച് ആയിട്ടുണ്ട്. ഞാനത് കട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അടുത്തതായിട്ട് ഇതിലേക്ക് ബാക്കിയുള്ള ഫ്രൂട്ട്സ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ എടുത്തിരിക്കുന്നത് മാങ്ങ, ഗ്രേപ്സ്, പോമഗ്രാനേറ്റ് എന്നിവയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പഴം ചേർത്ത് കൊടുക്കാം. അധികം പുളിയുള്ള പഴം എടുക്കാതിരിക്കുക. അപ്പോൾ നമ്മൾ ഫ്രൂട്ട്സൊക്കെ ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് ഇനി നമ്മൾ ഫ്രിഡ്ജിലൊന്ന് തണുപ്പിക്കാൻ വെക്കണം. ഏകദേശം ഒരു 3 മുതൽ 5 മണിക്കൂർ വരെ തണുപ്പിക്കാൻ വെക്കാം. എന്നിട്ട് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മളുടെ ഫ്രൂട്ട് കസ്റ്റർഡ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. അതേപോലെ തന്നെ സതേൺ മെനു സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ഹാപ്പി കുക്കിംഗ്.